നമസ്കാരം. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയിലേക്ക് നീങ്ങുകയാണ്. അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകിയ കെജ്രിവാൾ ഹൈക്കോടതി വിധി തെറ്റായ അനുമാനങ്ങളെ തുടർന്നാണ് എന്ന് ചൂണ്ടിക്കാട്ടി. അരവിന്ദ് കെജ്രിവാളിന്റെ നിയമവിരുദ്ധ അറസ്റ്റിനെ തങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നും ഹൈക്കോടതി കണ്ടെത്തലുകൾ സുപ്രീം കോടതിയിൽ വെല്ലുവിളിക്കുമെന്നും അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ഋഷികേഷ് കുമാർ പറഞ്ഞു. റിമാൻഡ് ഉത്തരവ് നിയമപരമാണെന്ന് ഹൈക്കോടതിയുടെ കണ്ടെത്തലിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമതായി അറസ്റ്റ് ചെയ്യാൻ തങ്ങൾക്ക് സാഹചര്യമുണ്ടെന്നും അവർ പറഞ്ഞു. ഇതാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തലുകൾ. ഈ ഉത്തരവ് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. അതിനാൽ ഞങ്ങൾ ഉത്തരവിനായി കാത്തിരിക്കുകയാണ്. വിശദമായ ഉത്തരവ് അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ അത് എത്രയും വേഗം സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യും. അതേസമയം ഇഡിയുടെ അറസ്റ്റും റിമാൻഡും നിയമപരമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഡൽഹി ഹൈക്കോടതി കെജ്രിവാളിന്റെ ഹർജി തള്ളിയത്. അറസ്റ്റിന് പുറമെ വിചാരണ കോടതി പുറപ്പെടുവിച്ച റിമാൻഡ് ഉത്തരവ് ചോദ്യം ചെയ്ത് കെജ്രിവാൾ സമർപ്പിച്ച ഹർജിയും കഴമ്പില്ലെന്ന് കണ്ടെത്തി ഹൈക്കോടതി തള്ളിയിരുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കെജ്രിവാളിന്റെ ഹർജി തള്ളിയത് AAPക്കും ഇന്ത്യ സഖ്യത്തിനും വലിയ തിരിച്ചടിയാണ്. ഹൈക്കോടതി വിധി അംഗീകരിക്കാനാകില്ലെന്നും സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും AAP നേതാവ് സൗരഭ് ഭരദ്വാജ് നേരത്തെ പറഞ്ഞിരുന്നു. മദ്യനയക്കേസ് യഥാർത്ഥത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ കേസല്ല എന്നും രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും അദ്ദേഹം ആരോപിച്ചു. കോടികളെക്കുറിച്ച് പറയുന്നതല്ലാതെ ഇഡിയും CBIയും അനധികൃതമായ ഒരു രൂപ പോലും കണ്ടെടുത്തിട്ടില്ല എന്നും സൗരഭ് പറഞ്ഞു. ഇക്കഴിഞ്ഞ മാർച്ച് 21-നാണ് അരവിന്ദ് കെജ്രിവാളിനെ ഇഡി അറസ്റ്റ് ചെയ്തത്. പിന്നാലെ ഡൽഹി റോസ് അവന്യൂ കോടതി ഇഡിയുടെ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു. ഏപ്രിൽ 1 മുതൽ 15 വരെ കെജ്രിവാളിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ രാജ്യമെമ്പാടുമുള്ള പ്രതിപക്ഷ കക്ഷികൾ പ്രതിഷേധിച്ചിരുന്നു. ആം ആദ്മിയും വലിയ പ്രതിഷേധം തുടരുകയാണ്. അരവിന്ദ് കെജ്രിവാൾ ഗൂഢാലോചന നടത്തിയെന്നും കുറ്റകൃത്യത്തിന്റെ വരുമാനം ഉപയോഗപ്പെടുത്തുന്നതിലും മറച്ചുവെക്കുന്നതിലും സജീവമായി ഏർപ്പെട്ടിരുന്നുവെന്നുമാണ് ഇഡിയുടെ റിപ്പോർട്ടിലുള്ളത്. AAP കൺവീനർ എന്ന നിലയിലും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലയിലും കെജ്രിവാൾ ഇടപെട്ടിരുന്നുവെന്ന് ഇഡി കേസിൽ വ്യക്തമാവുന്നതെന്നും കോടതി ഇന്നലെ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്തായാലും അരവിന്ദ് കെജ്രിവാളിനെ തെരഞ്ഞെടുപ്പ് രംഗത്തു നിന്നും അകറ്റി നിർത്തുക എന്ന BJP തന്ത്രം ഇതുവരെ ഫലം കാണുന്നുണ്ട്. സുപ്രീം കോടതി ഇക്കാര്യത്തിൽ അരവിന്ദിന് അനുകൂലമായ നിലപാടെടുത്താൽ ഒരു രക്തസാക്ഷി പരിവേഷത്തോടെ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിക്കുമോ എന്ന ഭയവും അവർക്കുണ്ട്. എന്ത് വില കൊടുത്തും കേസ് ശക്തിപ്പെടുത്താൻ ഇഡിയെ അവർ ചട്ടം കെട്ടുമെന്ന് ഉറപ്പ്. സുപ്രീം കോടതി എന്ത് തീരുമാനമെടുക്കുമെന്ന് കാത്തിരുന്ന് കാണാം.